അവർ ഹിന്ദിക്കാരാണോ ഫോട്ടോഷൂട്ട് എടുക്കണം? ഹിന്ദിക്കാരാണോ? ഡൽഹിയുള്ളവരാണല്ലേ? കണ്ടോ? അവിടെ പോയി ഡൽഹിയിലുള്ളവരെ ഫോട്ടോഷൂട്ട് എടുക്കണം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിനടുത്തുള്ള അമ്പാട്ടുകടവിലാണ്. ഇത് കണ്ടോ, പുറകിൽ ഇഷ്ടംപോലെ ആമ്പലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. നേരെ അമ്പാട്ടുകടവിലുള്ള അമ്പലവസ്ത്രത്തിൻ്റെ കാഴ്ചയിലേക്ക്. രാവിലെ തന്നെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തേ കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ ആംബിയൻസ്. കാരണം അധികം വെയിലില്ല, പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ടും അടിപൊളിയാണ് ഇവിടെ കാണാനൊക്കെ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കല്ലേ. ഇങ്ങനെ ലെഫ്റ്റ് റോഡിൻ്റെ രണ്ട് സൈഡുണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടാണ് വെള്ളമൊക്കെ കയറിയേക്കുന്നത്. അത്യാവശ്യം കാണാൻ. പിന്നെ ഇവിടെ നമ്മുടെ പുറകെ കാണുന്നത് ഊഞ്ഞാല കേട്ടോ. ഊഞ്ഞാല കയറി ആടാം, പിന്നെ ഫോട്ടോ എടുക്കാം. അതിനൊക്കെ ചെറിയ ചെറിയ ഫീസുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇതുകൊണ്ട് പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ വസന്തം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ടൂറിസ്റ്റ് മേഖല കാണാൻ നമ്മൾ എത്തുമ്പോൾ അങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്ക് നമ്മുടെ സഹായം കൊടുക്കുന്ന രീതിയിൽ അവർക്കൊരു വരുമാനം നമ്മൾ എത്തിക്കുന്ന രീതിയും കൂടെയാണ് ഒരു ടൂറിസം. അപ്പോൾ എല്ലാവരും ഈ കാഴ്ചകളൊക്കെ കാണാൻ വലിയ നല്ലൊരു വീഡിയോ ആണിത്. എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചേട്ടാ, ഒരാൾക്ക് 100 രൂപയാണോ? ഒരു 2-3 പേര് വേണമല്ലേ? എന്നാലാ അല്ലേ? 2-3 പേര് കൂടുമ്പോഴല്ലേ പോളൂ. അപ്പം നമ്മളോട് ചേട്ടനെ കണ്ടുമുട്ടി. ചേട്ടനൊരു 100 രൂപയ്ക്ക് അത്യാവശ്യമുള്ള കാഴ്ചകൾ കാണാൻ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനോട് വന്നത് ഞാൻ മാത്രമേ കേട്ടു. കാഴ്ചകളൊക്കെ കാണാം. വള്ളത്തെ തുഴഞ്ഞു പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അത് ഞാൻ പറയാതെ ഈ ശരിക്കും വെള്ളം തുഴഞ്ഞു പോകണേ ഏറ്റവും സുഖം.
നല്ല രസം അല്ലേ? മറ്റത് മോട്ടർ വെച്ച് പിടിവിട്ടൊക്കെ പോണത് തോന്നുന്നു. ചേട്ടൻ്റെ പേരെന്താ? ഇതിപ്പോ നവംബർ മാസം വരെ ഉണ്ടാവും അത് ഏകദേശം അല്ലേ? ആ നെൽകൃഷിയുള്ള അല്ലേ? പനച്ചിക്കാട്ടിലെ തിരക്കും കൂടെ ആവും അല്ലേ? ആ നാളെ തൊട്ട് നമുക്ക് തിരക്കാണ്. വിജയദശമി. വന്നില്ലെങ്കിൽ ആൾക്കാർക്ക് മിസ് ചെയ്യും. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമല്ലേ. അത് രാവിലത്തെ സൂര്യൻ്റെ പ്രകാശവും കൂടെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. കണ്ണിന് വലിയൊരു കാഴ്ച തന്നെയാണ് അത് കാണുന്നത്. പിന്നെ മാത്രമല്ല നല്ലൊരു സൈലൻ്റ് ആംബിയൻസാണ്. എല്ലാം കൊണ്ടും സൂപ്പറാണ്. നമുക്കിത് ശരിക്കും ഇത് അനുഭവിക്കേണ്ട തന്നെയാണ് കേട്ടോ. രാവിലെ വനം ഈ ലൈറ്റുകൾ വരുമ്പോൾ നല്ല ഭംഗിയാണല്ലേ? ഈ ക്യാമറ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് കാണാൻ ഭംഗി അല്ലേ? പിന്നില്ലേ നമ്മൾ നേരെ നോക്കാൻ എന്നെ രസമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഞാൻ അന്നേരം മൊബൈൽ എന്തെങ്കിലല്ല ഇന്നലെ ചെറിയ വിഷയം അറിയാൻ വേണ്ടിയല്ല. പിന്നെ എത്രയും വഴി വിരിഞ്ഞേക്കണാണ് നല്ല ശരി. ഈ ഒരു അത് മാത്രമല്ല, നമ്മുടെ ഈ ചാലില്ലേ, ഈ ചാലിക്കടെ തന്നെ പോകണം. കാരണം അതിന് ഉപദ്രവിക്കാതെ പൂവിനായിരിക്കും ശല്യം ചെയ്യാതെ. ഞാൻ പലയിടത്ത് കണ്ടേ ഇടയ്ക്കടെ കയറ്റി അങ്ങ് കൂടും വകഞ്ഞ്. ഇത് കറക്റ്റാണ് സംഭവം. ഈ ഒരു ഒറ്റ ചാലക്കട ആകുമ്പോൾ ഈ പൂവുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും അല്ലേ? അങ്ങനെ നമ്മൾ വള്ളത്തിന് സേഫ്റ്റി ആയിട്ട് തന്നെ ചേട്ടൻ നമ്മൾ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. സുരക്ഷിതമായിരുന്ന യാത്ര. സൂപ്പർ. വള്ളത്തിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നോ? നമുക്കിവിടെ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ അമ്പാട്ടുകട കേട്ടോ. അപ്പോൾ പനച്ചിക്കാട് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പ്രത്യേകിച്ചും ഈ അമ്പാട്ടുകാവിലെ ഈ ഒരു അമ്പലവസന്തം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് നമുക്ക് ഈ വിജയദശമിക്ക് വരുന്നത്. അപ്പോൾ അതെന്തായാലും മാക്സിമം ആളുകൾ ഉപയോഗിക്കുക, പ്രകൃതിയുടെ അടിപൊളി കാഴ്ചകളൊക്കെ കാണുക. അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത്.